കോഴഞ്ചേരി നഗരം അക്ഷരാർത്ഥത്തിൽ ഭക്തിയുടെയും നിറഞ്ഞ വിശ്വാസത്തിന്റെയും ആത്മീയതയുടെയും ഇടമായി മാറിയ ദിവസങ്ങളായിരുന്നു മാരാമൺ കൺവെൻഷൻ കാലം. സാമൂഹ്യ തിന്മകൾക്കെതിരായിട്ടുള്ള ശബ്ദം കാലഘട്ടത്തിനനുസൃതമായി ശ്രവിക്കുന്നതായുള്ളൊരു മണൽപ്പരപ്പ് കൂടിയാണ് പമ്പാതീരത്ത് നടത്തപ്പെടുന്ന മാരാമൺ കൺവെൻഷൻ. അത് ഏവർക്കും അനുഗ്രഹപ്രദമായി തീരുവാൻ തുടർന്ന് ഇടയാകട്ടെ എന്നത് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പതിനായിരങ്ങൾ വന്ന് സംബന്ധിച്ചതായ ഒരു ആത്മീയ സംഗമം എന്ന നിലയിൽ ഏവരിലും ആത്മീക ചൈതന്യം ഉണർത്തുന്നതായ ഒരു അസുലഭ സന്ദർഭമാണിത്. ഓലമേഞ്ഞ പന്തലിൽ ശാന്തമായി ഇരുന്ന് ദൈവവചനം ശ്രവിക്കുകയും ചെയ്യുന്നതായ നല്ല പാരമ്പര്യവും കീഴ്വഴക്കവും ഇന്നും തുടർന്നു പോകുവാൻ ഇടയായിത്തീരുന്നുണ്ട്. വളരെ ശിക്ഷണബോധത്തോടുകൂടെ എപ്പോഴും യോഗങ്ങളിൽ സംബന്ധിക്കുന്നതായ ദൈവജനം തികഞ്ഞ ആത്മസംതൃപ്തിയോടുകൂടെയാണ് മടങ്ങിപ്പോകുന്നത്. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഉൾക്കൊള്ളുവാൻ സഹായിക്കുന്നതായ, രൂപാന്തരപ്പെടുത്തുന്നതായ, നവജീവൻ പ്രാപിപ്പാൻ ഇടയാകുന്നതായ ദൈവവചന സത്യങ്ങളാണ് ഇവിടെ പ്രഘോഷിക്കുന്നത്. കർത്താവിൻ്റെ വീണ്ടും വരവുമായി ബന്ധപ്പെട്ട ഓർമ്മപ്പെടുത്തലുമായി ഈ ഗാനം നമ്മോട് ഇടപെടുന്നു. ഇഹലോകത്തിലെ ജീവിതം വെള്ളത്തിൻ കുമിളുകൾ പോലെ, എന്നാൽ സ്വർഗീയ ഭവനം നിത്യമായി നിലനിൽക്കുന്ന ഭവനം, സ്നേഹത്തിൻ്റെ ഉറവിടം. This is my first time at the Maramon Convention. I'm so grateful. I have never been in such a huge gathering of Christians in one place together. And we've received such incredible hospitality. So I'm very grateful to the church, to all the leaders, to all the people here who have made us so very welcome. കൺവെൻഷനിലേക്ക് ആളുകൾ നിരന്തരം ഒഴുകിയെത്തിക്കൊണ്ടിരുന്നു.
ആൾത്തിരക്കിനെ ശാന്തമായി നിയന്ത്രിച്ചുകൊണ്ട് പോലീസ് സേന സദാ ജാഗരൂകരായി നിലകൊണ്ടു. കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലെ CI സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പോലീസ് സേനയുടെ പ്രവർത്തനം. ഒപ്പം തിരുവല്ല SI ഉണ്ണികൃഷ്ണനും തിരക്ക് നിയന്ത്രിക്കാൻ നേതൃത്വം നൽകുകയുണ്ടായി. ജില്ലാ പോലീസ് മേധാവി ബഹുമാനപ്പെട്ട VJ വിനോദ് കുമാർ IPS അവരുടെ മേൽനോട്ടത്തിൽ തിരുവല്ല DYSP S ആഷാദ് സാർ, തിരുവല്ല SI ഉണ്ണികൃഷ്ണൻ എന്നിവരാണ്. ഞാൻ കോയിപ്പുറം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറാണ്. G സുരേഷ് കുമാർ എന്നാണ് പേര്. കൺവെൻഷൻ നടക്കുന്നത് പന്തലും കാര്യങ്ങളൊക്കെ ആറന്മുള സ്റ്റേഷൻ ലിമിറ്റിലാണ്. പക്ഷേ ബാക്കി പാർക്കിംഗ് അറേഞ്ച്മെൻറ്റ് സ്റ്റാളുകളൊക്കെ നിൽക്കുന്നത് കോയിപ്പുറം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ 2 ഷിഫ്റ്റുകളിലായിട്ട് 55ഓളം പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഡ്യൂട്ടി ചെയ്തു വരുന്നുണ്ട്. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും സഹകരണം കൊണ്ട് വളരെ സ്മൂത്തായിട്ട് ഇതുവരെ ഫംഗ്ഷനുകൾ കൺവെൻഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. മറ്റ് ലാൻഡ് ഓർഡർ ഇഷ്യൂസോ കേസുകളോ ഒന്നും തന്നെ റിപ്പോർട്ടായിട്ടില്ല. മാരാമൺ ആരംഭിച്ചതിൻ്റെ 2ാം ദിവസം മുതൽ ബൈബിൾ ക്ലാസ്സുകളും കുട്ടികളുടെ സംഗമവും നടന്നു. കുട്ടികളുടെ സംഗമത്തിന് കുട്ടിപ്പന്തൽ തന്നെ ക്രമീകരിച്ചിരുന്നു. ബൈബിൾ ക്ലാസ്സുകൾ മറ്റ് ചില ദിവസങ്ങളിൽ കുട്ടികളുടെ സംഗമം രാവിലെ 7:30 മണി മുതൽ 8:30 മണി വരെയായിരുന്നു. 9:30 മുതൽ 12 മണി വരെ പൊതുസംഗമമായിരുന്നു. അത് കഴിഞ്ഞാൽ 2:30 മുതൽ 4 മണി വരെ കുടുംബ വേദി. 6 മണി മുതൽ 1.5 മണിക്കൂർ പൊതുസംഗമം. കുട്ടികളുടെ യോഗത്തിലും ബൈബിൾ ക്ലാസ്സിലും പൊതു മീറ്റിംഗിലും കുടുംബവേദിയിലും തിരുമേനിമാരും അച്ഛന്മാരും ദൈവചിന്തയുടെയും പ്രാർത്ഥനയുടെയും മഹത്വം പകർന്നേകി. സത്യത്തിൽ എന്താ ദൈവത്തിൻ്റെ സ്വരൂപവും സദൃശ്യവും കിട്ടിയെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആ ഫിസിക്കൽ രൂപം എനിക്ക് കിട്ടിയെന്നാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ദൈവത്തിന് എൻ്റെ ഹൈറ്റല്ലേ കാണാൻ പാടുള്ളൂ. എൻ്റെ ദൈവത്തിന് എന്നെപ്പോലെ ഡയബറ്റിസ് ഉള്ള ദൈവമാകണ്ടേ? അപ്പോൾ ഒരിക്കലും എന്തായിരുന്നാലും ഈ ഫിസിക്കൽ അപ്പിയറൻസ് ഉള്ള സംഗതി അല്ല യഥാർത്ഥത്തിൽ ഇമേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് കപ്പദോക്യയിൽ ജീവിച്ചിരുന്ന പിതാക്കന്മാരിൽ അഗ്രിഗണ്യനായിരുന്ന നിസായിലെ വിശുദ്ധ ഗ്രിഗോറിയോസ് 3 പദങ്ങൾ അതിന് അദ്ദേഹം എടുക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ്? വിസ്ഡം, ഫ്രീഡം ആൻഡ് ലവ്. യഥാർത്ഥത്തിൽ ദൈവം എന്താ ചെയ്തത്? ഇമ്പാർട്ടിങ് the wisdom of God to man, imparting love of God to man, and freedom also imparted. അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം, ഈ 3 കാര്യങ്ങളാണ് വിസ്ഡം, ഫ്രീഡം ആൻഡ് ലവ്. ദീസ് ആർ ദ 3 components of image and likeness. സംഘർഷഭരിതമായ ജീവിതം സമാധാനപൂർണമാകുന്നത് ക്രിസ്തുവിൽ എത്തിച്ചേരുമ്പോഴാണ്. ഭക്തി ഒരിക്കലും പ്രദർശനമല്ല, മറിച്ച് ആത്മാർത്ഥമായ ആത്മീയതയായി മാറണം. ആത്മീയതയിൽ ജീവിതത്തിന്റെ പ്രത്യാശ നിറയുന്നു. ഇത്തരം സുവിശേഷ പ്രസംഗം അജ്ഞതയെ നീക്കി പ്രകാശം പരത്തുന്നു. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൺവെൻഷൻ എന്ന് വിവക്ഷിക്കാവുന്ന ഈ കൺവെൻഷൻ പ്രത്യേകമായിട്ട് മാർത്തോമാ സഭയുടെ മിഷണറി പ്രസ്ഥാനമായ സുവിശേഷ പ്രസംഗ സംഘമാണ് ഈ കൺവെൻഷന് ആതിഥേയത്വം നൽകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മിഷണറി പ്രസ്ഥാനം, ആദ്യത്തെ തദ്ദേശീയ മിഷണറി പ്രസ്ഥാനം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അനേക ആളുകൾ ജാതിമത ഭേദമന്യേ ഇതിൽ വന്ന് പങ്കെടുക്കുകയും ബന്ധങ്ങളുടെ ഊഷ്മളത പങ്കിടാനും മാത്രവുമല്ല സമൂഹത്തിലെ വിവിധ വിഷയങ്ങളെ അധീകരിച്ച് ദൈവിക ദർശനത്തിൽ അതിനെ വ്യാഖ്യാനിക്കാനും അതിനോട് പ്രതികരിക്കുവാനും ശ്രമിക്കുന്നു എന്നുള്ളത് ഈ കൺവെൻഷനെ കൂടുതൽ സമ്പന്നമാക്കുന്നു. മാത്രവുമല്ല കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ നല്ല ഒരു സപ്പോർട്ടും ഈ കൺവെൻഷൻ ലഭിക്കുന്നു എന്നുള്ളത് പ്രത്യേകതയാണ്. 101 അംഗങ്ങളടങ്ങിയ വളരെ പരിശീലനം ലഭിച്ച ഗായക സംഘം ഇതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. മാരാമൺ കൺവെൻഷനിൽ തിരുവചനം കേൾക്കാനെത്തിയ വിശ്വാസികളുടെ മനസ്സുകളെ സംഗീതത്തിന്റെ അമൃതധാരയിൽ ആറാടിച്ചു. 50 പുരുഷന്മാരും 51 സ്ത്രീകളും അടങ്ങുന്ന 101 അംഗ ഗായക സംഘമാണ് കൺവെൻഷൻ പന്തലിൽ ഗാന ശുശ്രൂഷ നിർവഹിച്ചത്. വൈദികന്മാരും ഗായക സംഘത്തിൽ ചേർന്ന് പാടി. 1969 മുതലാണ് മാരാമൺ കൺവെൻഷനിൽ കൂട്ടായ ഗാനങ്ങൾ പാടാൻ തുടങ്ങിയത്. മാരാമൺ കൺവെൻഷനിൽ പാട്ട് ശുശ്രൂഷ എന്നും ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരുന്നു.
പല ഇടവകകളിൽ നിന്നും തിരഞ്ഞെടുത്ത ഗായകരുടെ സംഘം തിരഞ്ഞെടുത്ത 101 ഗാനങ്ങളാണ് ആലപിച്ചത്. പുതിയ 16 ഗാനങ്ങൾ 130ാമത് മാരാമൺ കൺവെൻഷനിൽ ഉൾപ്പെടുത്തി. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള സംഗീത സംവിധായകരും എഴുത്തുകാരും ഗായക സംഘത്തിന് വൈവിധ്യപൂർണമായ ഗാന നിർമ്മിതിക്ക് സഹായിച്ചു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സേക്രഡ് മ്യൂസിക് കമ്മ്യൂണിക്കേഷന്റെ നേതൃത്വത്തിന് കീഴിലാണ് പാട്ട് സംഘം അണിനിരന്നത്. മാരാമൺ മഹായോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവജനത്തെ കൊണ്ടെത്തിക്കുന്നതും ദൈവവചനത്തിൻ്റെ വർത്തമാനകാല സാങ്കത്യത്തെ പൊതുസമൂഹത്തിൽ അറിയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ദൈവവചനത്തിലൂടെ സ്ഫുടം ചെയ്ത ജീവിതമാണ് മനുഷ്യജീവിതത്തിൻ്റെ അർത്ഥം നൽകുന്നതും സമൂഹത്തിൽ ഒരു നല്ല മനുഷ്യനും ദൈവത്തോടുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്ന വ്യക്തിയുമാക്കി തീർക്കുന്നത്. അതുകൊണ്ട് ദൈവവും സഭയും ഈ സമൂഹവും ഒരുമിച്ച് ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതിയിൽ കൂടുതൽ വീറോടും സ്ഫുടതയോടും കൂടെ പ്രവർത്തിക്കുന്നതിന് ഓരോ വർഷവും കൂടുന്ന മാരാമൺ മഹായോഗവും മറ്റ് കൺവെൻഷനുകളും സഹായകരമാകുന്നു എന്നുള്ളതാണ് പ്രസ്താവ്യമായിട്ടുള്ളത്. മാർത്തോമാ സഭയിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള ഗായക സംഘ അംഗങ്ങളാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടെ ആയിരിക്കുന്നത്. ഒരു സെലക്ഷൻ പ്രൊസീജിയറിൽ കൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഗായക സംഘം പല പരിശീലന ദിനങ്ങളിൽ കൂടെ കടന്നുപോയി ഈ ഒരാഴ്ച കാലത്തെ ഗാനശുശ്രൂഷയുടെ ഭാഗമായി പങ്കെടുത്ത് ഏറ്റവും സ്തുത്യർഹമായ സേവനവും ശുശ്രൂഷയും നിർവഹിച്ച് പോരുന്നു. എല്ലാ വർഷങ്ങളിലും ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ സംഗീത സംവേദന വിഭാഗമായ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സേക്രഡ് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ആണ്, DSMC എന്ന പേരിൽ അറിയപ്പെടും. ഈ മാരാമൺ മഹായോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എല്ലാ വർഷവും 16 പുതിയ ഗാനങ്ങളാണ് ഈ മാരാമൺ മണൽപ്പുറത്ത് ഈ ഗായക സംഘം പുതിയതായി അവതരിപ്പിക്കുന്നത്. അനേകം ആളുകളുടെ ഹൃദയത്തെ സ്പർശിക്കുകയും ദൈവാനുഭവം നൽകുകയും ചെയ്തിട്ടുള്ള ഗാനങ്ങൾ പിറക്കുന്നതിന് മാരാമൺ വേദിയായിട്ടുണ്ട്. മാരാമൺ കൺവെൻഷൻ അതിന് മുഖാന്തരമായിട്ടുണ്ട്. മാരാമൺ കൺവെൻഷനിൽ മെത്രാപ്പോലീത്ത തിരുമേനി, മറ്റ് തിരുമേനിമാർ, അച്ഛന്മാർ, സുവിശേഷകർ എല്ലാവരുടെയും പ്രാർത്ഥന എങ്ങും നിറഞ്ഞു നിന്നു. 2024 നവംബർ 30 മുതൽ ആരംഭിച്ച വ്യത്യസ്തമായ ക്രമീകരണങ്ങൾ ദൈവകൃപയാൽ തക്ക സമയത്ത് പൂർത്തീകരിക്കുവാനായിട്ട് അവിടെ സാധിച്ചു. ഈ വചന മാരിയിൽ അവരുടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് സർവശക്തനായ ദൈവം അവിടുന്ന് സഹായിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പുറകോട്ട് നോക്കിയാൽ വളരെയധികം ചാരിതാർത്ഥ്യത്തിന് ഇട നൽകുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ അനേകരുടെ അധ്വാനമുണ്ട്. ഇതിൻ്റെ ഒരു മാസങ്ങളായിട്ട് അനേകരെ അധ്വാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഇത്രയും ഭംഗിയായിട്ട് ഈ മാരാമൺ കൺവെൻഷൻ ഇവിടെ പരിവസാനിക്കാനായിട്ട് ഇടയായത്. ഈ വർഷം നമുക്ക് 1,75,000 മലയാളം പാട്ടുപുസ്തകമാണ് നമ്മൾ അച്ചടിച്ചിറക്കിയത്. അതുപോലെ തന്നെ മംഗ്ലീഷ് 25,000 പാട്ടുപുസ്തകം, ടോട്ടൽ 2,00,000 പാട്ടുപുസ്തകമാണ് ഈ മാരാമൺ കൺവെൻഷനിൽ നമുക്ക് ഇവിടെ പ്രിൻ്റ് ചെയ്ത് ഇവിടെ വിതരണം ചെയ്തത്. മാരാമൺ കൺവെൻഷനിലെ മറ്റൊരു പ്രത്യേകത ഭക്ഷണം കൃത്യനിഷ്ഠയോടെ നൽകാൻ കഴിഞ്ഞു എന്നതാണ്. മാർത്തോമാ സഭയിലെ എല്ലാ വൈദികരും ഒരുമിച്ച് കൂടി വരുന്ന ഒരിടമാണ് മാർത്തോമാ വൈദിക സംഗമവേദിയായ ഈ ക്ലാരിറ്റി ഷെഡ്. കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള എല്ലാ വൈദികരും ഒരുമിച്ച് കൂടുകയും തിങ്കളാഴ്ച മുതൽ കൺവെൻഷൻ സമാപിക്കുന്ന ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ
എല്ലാ നേരവും ഭക്ഷണവും ഇവിടെ ക്രമീകരിക്കുന്നു. സഭയുടെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരുമിച്ച് ചർച്ച ചെയ്യുന്നതിനും അതിനേക്കാൾ ഉപരിയായി പഴയ പരിചയങ്ങളൊക്കെ ഒന്ന് പുതുക്കുന്നതിനും കൺവെൻഷൻ യോഗങ്ങളിൽ ക്രമമായി പങ്കെടുക്കുന്നതിനും ഉള്ളതായ ഒരു സൗകര്യമാണ് ക്ലർജി ഷെഡ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഏകദേശം 500-600 വൈദികരാണ് എല്ലാ വർഷവും ഇവിടെ രജിസ്റ്റർ ചെയ്ത് ഈ കൂട്ടായ്മയെ സംബന്ധിച്ച് വരുന്നത്. ഇവിടെ വരുന്ന എല്ലാ അച്ഛന്മാർക്കും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണം പാചകം ചെയ്ത് നൽകുന്നതായ ഒരു പതിവാണുള്ളത്. ബഹുമാനപ്പെട്ട റിട്ടയർഡായ അച്ഛന്മാർ, അതുപോലെ ആക്റ്റീവ് സർവീസിലായിരിക്കുന്ന അച്ഛന്മാർ, സെമിനാരികളിൽ പഠിക്കുന്നതായ വിദ്യാർത്ഥികൾ എല്ലാവരും ചേർന്ന് ഒന്നിച്ച് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുകയും നല്ല ഒരു കൂട്ടായ്മയുടെ ഉടമകളായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പല ആളുകളുടെ സഹായ സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഈ വർഷം ഈ ക്ലർജി ക്യാമ്പ് ഷെഡ് ക്രമീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ബോംബെ ഭദ്രാസനത്തിൽ പ്രവർത്തിക്കുന്നതായ VP സൈമൺ സാറും അതുപോലെ ജോൺ മാത്യു റോയ് സാറുമാണ് നമുക്ക് ഇവർക്ക് കൊടുക്കാനുള്ളതായ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തത്. അച്ഛന്മാർ ഒരുമിച്ച് കൂടുകയും പരസ്പരം ആശയവിനിമയം നടത്തുകയും തമാശകളൊക്കെ പറയുകയും ബന്ധങ്ങൾ ഊഷ്മളമാക്കുവാൻ പ്രായഭേദമന് സീനിയർ അച്ഛന്മാരുണ്ട്, സജീവ സേവനത്തിലായിരിക്കുന്ന അച്ഛന്മാരുണ്ട്, പട്ടത്വ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച അച്ഛന്മാരുണ്ട്, പട്ടത്വ ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ തയ്യാറാകുന്ന വൈദിക സെമിനാരികളിൽ പഠിക്കുന്ന അച്ഛന്മാരുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽപ്പെട്ട പൗരോഹിത്യ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും കൂടി വരേണ്ട ഒരിടമാണ്, ഒരു കൂട്ടായ്മയുടെ ഒരിടമാണ്. വളരെ ഫ്രീ ആയിട്ട് ഈ ഒരാഴ്ചക്കാലം ഇവിടെ ഞങ്ങൾ ചെലവഴിക്കുന്നത്. പരാതികളോ പരിഭവങ്ങളോ ഏതുമില്ലാതെ വിശ്വാസികൾ ഭക്ഷണത്തിന് മുന്നിലും സ്നേഹം പങ്കുവച്ചു. ഇവിടെ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയും കൂടാതെ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സുവിശേഷകർ അടങ്ങുന്ന 15 അംഗങ്ങളടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഈ ഭക്ഷണശാലയുടെ ചുമതല വഹിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ വരുന്നത് നമ്മുടെ മർത്തോമ സഭയിലെ സുവിശേഷ പ്രസംഗ സംഘത്തിലെ സുവിശേഷകർക്കും ഭദ്രാസനത്തിലെ സുവിശേഷകർക്കും കൂടാതെ റിട്ടയർഡ് സുവിശേഷകർക്കും ആശ്രമ അംഗങ്ങൾക്കും കൂടാതെ വിശ്വാസികൾ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിശ്വാസികൾക്കും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഫയർഫോഴ്സ്, പോലീസ്, വാട്ടർ അതോറിറ്റി, പ്ലംബിങ്, പന്തൽ പണിക്കാർ, ഹോമിയോ, ആയുർവേദം അങ്ങനെയുള്ള എല്ലാവർക്കും ഭക്ഷണം ഒരുക്കുന്ന ഒരു ശാലയാണ് ഇവിടെ. 3 നേരം ഇവിടെ ഭക്ഷണം ക്രമീകരിക്കുന്നുണ്ട്. ഒരു നേരം ഏകദേശം 700 പേരോളം ഈ സ്റ്റോളിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇത് സൗജന്യമായിട്ടാണ് ഭക്ഷണം നൽകുന്നത്. ഈ ഒരു മഹാസംഗമത്തിന് ഈ നാട്ടുകാരുടെയും ദേശവാസികളുടെയും ചുറ്റുപാടുമുള്ള എല്ലാ മനുഷ്യസ്നേഹികളായ ആളുകളുടെയും നല്ല സഹകരണവും ഗവൺമെൻറ്റിൻ്റെ ആവശ്യമായിട്ടുള്ള സപ്പോർട്ടും ലഭിക്കുന്നതുകൊണ്ടാണ് ഇപ്രകാരം ഒരു വലിയ കുടിവരവ് സാധ്യമായിത്തീരുന്നത്. കാലാകാലങ്ങളിൽ പല പുതിയ സംരംഭങ്ങളും ഈ വചനകേൾവിയുടെ ഭാഗമായി രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. ചെറിയവരോട് ചേർന്ന് നിൽക്കുവാൻ സഭയും സമൂഹവും കാണിക്കുന്ന താല്പര്യം, ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള കൂടിവരവുകളുടെ ഒരു അനന്തരഫലമായിട്ടാണ് ഉണ്ടാകുന്നത്. ഇവിടെയുള്ളതായിരിക്കുന്ന സ്റ്റോളുകൾ ഏറ്റവും അനുഗ്രഹപ്രദമായി മാർത്തോമ സഭയുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ എല്ലാവരെയും അറിയിക്കുന്നതിന് വേണ്ടിയാണ്. എല്ലാവരും വളരെ താല്പര്യത്തോടു കൂടി വന്ന് ഈ പ്രവർത്തനങ്ങളെ കാണുന്നതിനും മനസ്സിലാക്കുന്നതിനുമൊക്കെ ഇടയാക്കി തീർക്കുന്നുണ്ട്. അവർ അതിൻ്റെ ബ്രോഷറുകൾ വായിച്ചും സുവിശേഷ പ്രവർത്തനങ്ങളെ സ്നേഹിക്കുകയും സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഈ സ്റ്റോളുകളുടെ പ്രത്യേകത എന്നുള്ളത്. മാരാമൺ കൺവെൻഷന്റെ സമാപന ദിനത്തിൽ രാവിലെ നടന്ന ആരാധനയ്ക്ക് അഭിവന്ദ്യ ഡോക്ടർ യുയാക്കി മാർ ക്യൂറിലോസ് സഫ്രാൻ മെത്രാപ്പൊലീത്ത തിരുമേനി നേതൃത്വം നൽകി. റവറൻഡ് ഡോക്ടർ വിക്ടർ അലോയോ നടത്തിയ മുഖ്യപ്രഭാഷണം റവറൻഡ് ഡോക്ടർ മോത്തി വർക്കി പരിഭാഷപ്പെടുത്തി. This experience has been unique. It is wonderful to share the good news of the gospel with so many of God's people. My encouragement is to continue to share the good news, to reclaim our blessedness as a people of God. And may God continue to bless all who listen and all who are seeing this opportunity. എല്ലാ അർത്ഥത്തിലും അനുഗ്രഹീതമായൊരു കൺവെൻഷനായിരുന്നു ഇത്. നല്ല പ്രസംഗകർ, ആഴത്തിലുള്ള ദൈവവചന ഘോഷണം, കൺവെൻഷൻ്റെ സത്വത്തെ വെളിവാക്കുന്ന വിധത്തിലുള്ളതായ ശക്തമായ സന്ദേശങ്ങൾ,
അതെല്ലാം ഈ കൺവെൻഷൻ്റെ ഭാഗമായിരുന്നു. സമാപന സമ്മേളനത്തിൽ ഡോക്ടർ ഐസക് മാർ ഫിലക്സിനോസ് എപ്പിസ്കോപ്പ ആധ്യക്ഷ്യം വഹിച്ചു. ഡോക്ടർ രാജ്കുമാർ രാമചന്ദ്രൻ നൽകിയ മുഖ്യ സന്ദേശം റവറൻഡ് VM മാത്യു പരിഭാഷപ്പെടുത്തി. അഭിവന്ദ്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനി 130ാമത് മാരാമൺ കൺവെൻഷൻ സമാപന സന്ദേശം നൽകി വിശ്വാസികളെ ആശീർവദിച്ചു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. 2025 ആണ്ടിലെ മാരാമൺ കൺവെൻഷൻ്റെ പരിസമാപ്തി ഇവിടെ പൂർണ്ണമാവുകയാണ്. തൻ്റെ 100ാമത് ജന്മദിനം കൊണ്ടാടിയതായിട്ടുള്ള പത്മശ്രീ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനി ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മോട് ചോദിച്ചേനെ, ഈ 8 ദിവസം കേട്ടതായിട്ടുള്ള വചനത്തിൻ്റെ വെളിച്ചത്തിൽ എന്താണ് നിങ്ങളിലൂടെ ഈ ലോകത്തിലേക്ക് കൊണ്ടുപോകാനായി താല്പര്യപ്പെടുന്നത്? നമുക്ക് ലഭിച്ചതായുള്ള വേദപഠനങ്ങൾ, പൊതുയോഗങ്ങൾ, കുടുംബവേദി, യുവവേദി, സഭൈക്യവേദി, സാമൂഹിക തിന്മകൾക്കെതിരായിട്ടുള്ള കൂട്ടായ്മ, വിവിധ ഭാഷാ സമൂഹത്തിന് നാം നൽകിയതായിട്ടുള്ള പങ്കാളിത്തം, പ്രകാരമുള്ള എല്ലാ യോഗങ്ങളും വളരെ ഹൃദ്യവും സന്ദേശങ്ങൾ നമ്മിലെല്ലാം വെല്ലുവിളികൾ ഉണർത്തിയതുമായിട്ടുള്ള വചനങ്ങളായിരുന്നു. സമാപന ചടങ്ങിൽ ആൻഡ്രോ ആന്റണി MP, മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ, MP രാജേഷ്, MLA-മാരായ പ്രമോദ് നാരായണൻ, ചാണ്ടി ഉമ്മൻ, മുൻ രാജ്യസഭാ ചെയർമാൻ PJ കുര്യൻ തുടങ്ങി ശ്രദ്ധേയ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. എല്ലാവർക്കും ശാന്തമായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. സ്തുതിപ്പീൻ സ്തുതിപ്പീൻ എന്നുള്ള പാട്ട് പാടിക്കൊണ്ടാകുന്നു നാം അവസാനിപ്പിക്കുന്നത്. സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ സംസർഗം, സഹവാസം പ്രിയരെ നമ്മുടെ എല്ലാവരോടുകൂടെ, നമ്മുടെ ഭവനങ്ങളോടുകൂടെ, പ്രാദേശിക ഇടവുകളോടുകൂടെ, സഭയോടുകൂടെ ഇന്നും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വചനം ധ്യാനിക്കാൻ ലഭിക്കുന്ന അവസരത്തെ ഓർത്ത് തമ്പുരാനെ മഹത്വത്തോടെ പ്രാർത്ഥിച്ച ഓരോ വിശ്വാസിയും
ശുദ്ധീകരിച്ച മനസ്സോടെ വചനകൂടാരത്തിൽ നിന്നും പുറത്തിറങ്ങി. അപ്പോൾ പ്രകൃതിയുടെ ആത്മീയ തേജസ്സായി സൂര്യൻ പമ്പാ നദിയുടെ മുകളിൽ നിറഞ്ഞു നിന്നു.